ചേട്ടാ ബി കൂൾ. കുട്ടിക്കാലം മുതൽ അവൾ എന്തു പറഞ്ഞാലും ഒന്നിനും ഞാൻ തടസ്സം നിൽക്കാറില്ല. അവളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവന്റെ ജീവനാ. അവള് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരു മരുമകളെ അവളെ പൊന്നുപോലെ നോക്കിക്കണം. നിങ്ങളെപ്പോലെ ഒരു ചേട്ടനെ കിട്ടിയതിൽ അവള് പുണ്യം ചെയ്ത കുട്ടിയാ. അല്ല, അവളെ കാണുന്നില്ലല്ലോ. റെഡി ആയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ. നമ്മുടെ കാര്യത്തെ പറ്റി ചേട്ടനോട് പറയും. ഞാൻ നിന്നോട് എന്തോരം പറഞ്ഞതാ. ഇങ്ങനെ ധൈര്യം ഇല്ലാത്തവന്മാര് പ്രേമിക്കാൻ നടക്കുന്ന എന്തിനാ? എന്റെ പൊന്നുമോളെ, നീ ഒന്നും മിണ്ടാതിരിക്കോ. എന്റെ ചേട്ടനടുത്ത് നമ്മളെ പ്രേമത്തെ പറ്റി പറഞ്ഞ് അയാൾക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരുമെന്ന് എന്റെ പേടി. പിന്നെ അയാൾക്ക് എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ വാ പ്ലീസ് പ്രേം. എന്റെ ചേട്ടന് എന്തെങ്കിലും പറ്റിയാ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയാ എനിക്കും ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടിയാലോ? താലിയും കെട്ടാം, ശാപ്പാട് ഫ്രീ ആയിട്ട് കിട്ടുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഈ സമയത്താണ് കോമഡി. നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല കേട്ടോ. എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ ചെയ്യാൻ പോകുന്നല്ലേ? പ്രേം ഡോക്ടർ, നിനക്കെന്താ വേണം? നമുക്ക് എപ്പോ ഡോക്ടർ? ആദ്യം അനീതിയുടെ കല്യാണം, അതിനുശേഷം ബാക്കിയുള്ള കാര്യം ആലോചിക്കാം. അങ്ങനെയൊന്നും വേണ്ട വേണ്ട, നമുക്ക് നന്നായിട്ട് നടത്താം. നിനക്ക് വേറെ പണിയില്ലേ? പോ. ഹലോ, ബാക്കിയുള്ളവന് ഇവിടെ കിടന്നൊരു കല്യാണം നടത്താൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താ വേറൊരു പ്രാന്തുമായിട്ട് വന്നേക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് വിചാരിക്കണേ. ഹലോ മൈ ബോയ്, നീ എന്തിനാ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നോ BP, ബി ഹാപ്പി. അതെ ഡോക്ടർ, ഞാൻ എന്താ വന്നേന്ന് വെച്ചാൽ എനിക്കറിയാം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, നീ ഇങ്ങോട്ട് വന്നത് ഈ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിയിട്ടാന്ന് എനിക്കറിയണം. ഡോൺ വറി, ഈ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കോ? അതൊക്കെ പിന്നെ പറയാം. ഞാനും അങ്ങനെ തന്നെ വന്ന ഈ എൻഗേജ്മെന്റ് നിർത്താനേ ഒരു നല്ല ഐഡിയ ഞാനും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താ? ആദ്യം നിങ്ങൾ പറ. നീ പറ. നീ പറ. പറയുന്നേ. കുഴപ്പമില്ല, ഞാൻ പറയാം. നിന്റെ മൂക്ക് കാണിച്ച്. എല്ലാവരും ചെവിയല്ലേ ചോദിക്കുന്നത്, എന്തിനാ മൂക്ക് ചോദിച്ചത്? അതേ, ഡയലോഗിനകത്ത് കുറച്ച് ചേഞ്ച് ഉള്ളു, അതുകൊണ്ടാണ്. എന്താന്ന് പറയുന്നേ? മയക്കാൻ വേണ്ടിട്ടാ. എനിക്ക് ഉറപ്പായിട്ട് അറിയാടാ നീ വരുമെന്നുള്ള കാര്യം. റിസപ്ഷന്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉറക്കം കഴിയുമ്പോൾ എടുത്ത് കഴിക്കണം കേട്ടോ. നീ എൻഗേജ് ആക്കുന്നല്ലേ പറഞ്ഞത്. നിനക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ആരും കണ്ടിട്ടില്ല. ഇതാ നോക്ക്, എൻഗേജ്മെന്റ് കഴിയുന്നവരെ ഇതിങ്ങനെ ഇവിടെ ഇരുന്നാ മതി കേട്ടോ. അങ്കിൾ, എടാ നീ ഇവിടെ വന്നടാ. സിസ്റ്റർ. യെസ് ഡോക്ടർ. ചെക്ക് ബുക്ക് ഇരിപ്പുണ്ടോ? നോ ഡോക്ടർ. ക്യാഷ് ആയിട്ടോ? എന്റെ കയ്യിലില്ല. ഓക്കെ, എത്ര വേണം? ഇത്രയും വേണോ? ദുഷ്ടകാലമാടാ. ഇത്രയും പണം വേണം അല്ലേ? ഞാൻ പറയുന്ന പോലെ നീ ചെയ്യൂ. ഇത് പിടിച്ചേ. ഇവന് എപ്പോ ബോധം വരുന്നു അപ്പോഴൊക്കെ നീ ഇത് അടിച്ചു കൊടുക്കണം. ശ്രദ്ധയോടെ അടിച്ചു കൊടുക്കണം. ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ എന്താ നടക്കുന്ന അവൻ അറിയാനേ പാടില്ല. മനസ്സിലായി നിനക്ക്? പൈസ വൈകുന്നേരം വാങ്ങിച്ചോളൂ. അവിടെ അവിടെ
ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നിവിടെ എൻഗേജ്മെന്റിന് വന്നിട്ടുള്ള എല്ലാവരെയും ഹാർട്ട്ലി വെൽക്കം. എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് മിസ്റ്റർ സുഭാഷ്, എന്റെ ബ്രദർ ഇൻ ലോ. ഹീസ് എ വെരി ഗുഡ് സക്സസ്ഫുൾ ബിസിനസ് മാൻ. ഇന്നത്തെ ഈ ചടങ്ങിന് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിദ്ധു സിദ്ധു എന്നെ ഒന്നും ചെയ്യല്ലടാ, എന്നെ വിട്ടേക്കടാ. ഞാൻ ഈ നാട് വിട്ട് എന്നെ പോയിക്കോളടാ. നീ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം നിന്നെ വെറുതെ വിടാൻ വേണ്ടി നീ കംസനൊന്നും അല്ലല്ലോ. ഞാൻ കൃഷ്ണനും അല്ല, ഞാൻ സൈലന്റ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഡോക്ടർ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ഡോക്ടർ, അതാ അവനെ കൊന്നുകളഞ്ഞേ. അതല്ല ഡോക്ടർ എന്താ ഇവിടെ? ഇന്ന് ഇന്ന് എന്റെ അനുജത്തിയുടെ എൻഗേജ്മെന്റാ. ഡോക്ടറുടെ പെങ്ങളോ? അല്ല, എന്നോട് പറഞ്ഞില്ലല്ലോ. ആരാ നിങ്ങളുടെ പെങ്ങള്? ഇതാ എന്റെ അനുജത്തി. ശരി, ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? ഇവൾക്കാണോ എൻഗേജ്മെന്റ്? എന്റെ മറ്റോടല്ലേ ചത്തെടുക്കുന്നത്? അയ്യോ, ആരാ എന്റെ ചേട്ടനെ അടിച്ചു വീഴ്ത്തിയത്? ചേട്ടാ ചേട്ടാ എനിക്ക് എണീക്കേട്ടാ, എന്തു പറ്റിയേട്ടാ? എനിക്കേട്ടാ ഡോക്ടർ, എനിക്ക് പ്രേമരോഗം വന്നെന്ന് പറഞ്ഞത് ഡോക്ടറല്ലേ? എടാ, ആ ബോട്ടിൽ വെള്ളമുണ്ടോ? ഉള്ളു വെള്ളം ചേട്ടാ. ആ രോഗത്തിന് ആരാ കാരണമെന്നറിയോ? ആരാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാരാന്നറിയോ? നിങ്ങളുടെ പെങ്ങളാ എന്റെ ചെറി. കളിക്കടാ. ശരി ഏട്ടാ, ശരി. ചേട്ടാ, സിദ്ധു, നീ എന്റെ അനിയത്തിയെ... ഡോക്ടർ, ഇന്ന് മുതൽ നിങ്ങളും ഞാനും അളിയനും നിങ്ങളുടെ പെങ്ങളുടെ കഴുത്തില് താലി കെട്ടാൻ പോകുന്ന ആള് ഞാനാ. മോളെ, ചേച്ചി, മോളെ, ചേട്ടത്തി, മോളെ, മോളെ. ഏയ്, ഹേയ്, അയ്യോ മോനെ. ഹേയ്, അത് വേസ്റ്റ് ചെയ്യണ്ട. ഡോക്ടർ, ഞാൻ എങ്ങനെയാ എന്താന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. എൻഗേജ്മെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് വെക്കോ. ഏയ്, പോലീസ് വന്ന് അവിടെ സാക്ഷിക്കാൻ ആള് വേണ്ടേ? എല്ലാവരും കൂട്ടിട്ട് പോയിക്കോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. നമുക്ക് സാർ. നമസ്കാരം സാർ. മരിച്ചുപോയത് ആരാ? വാസൻ എലിയാസ് ബാസ്. ആരാ കൊന്നത്? സാറാ സൈലന്റ് സിദ്ധുവാൻ സാർ. എനി വിറ്റ്നസ്? ഇല്ല സാർ. അപ്പൊ അവനാണ് കൊന്നതെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? സാർ, സിദ്ധു ആണ് കൊല ചെയ്തത്, പക്ഷെ സാക്ഷിയില്ല സാർ. ആ സിദ്ധുവിന്റെ വയലൻസ് ഈട് കുറച്ച് കൂടി വരുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ആയിക്കോട്ടെ, നടക്കട്ടെ. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ കുടുങ്ങും. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ചേട്ടാ, എടാ സിദ്ധു, ഇറങ്ങി വാടാ. ഡാ, ചേട്ടനെ പേര് പറഞ്ഞു വിളിക്കുന്നോ? ഡാ. നീയൊക്കെ ഏതാടാ? നിന്റെ ചേട്ടനെ വിളികളാ. ഏയ് ചേട്ടാ, വാ ഏട്ടാ. എന്റെ ചേട്ടനെ വിളികളാ. ഡാ, നീ എന്താടാ ഈ കാണിക്കുന്നേ? കൊലച്ചു കളഞ്ഞ എന്താടാ കാലത്തെ കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നത്? ആണല്ലേ?
നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാ പിന്നെ ഞാൻ പിന്നെ കള്ളു കുടിക്കാതെ വേറെ എന്തെങ്കിലും ആണോ ചെയ്യാൻ പോകുന്നത്? അത് ചേട്ടാ കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എടാ അവൻ എന്റെ ഫ്രണ്ടാ. അവനെന്തോ പ്രശ്നമായിട്ട് അവൻ കുടിച്ചിട്ട് വന്നെന്ന് തോന്നുന്നത്. ഇവന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞോളാം. നീ പോയിട്ട് സാധനം മേടിച്ചിട്ട് വാ. എന്തു പറ്റിയടാ? എടാ സിദ്ധു, ഞാനിങ്ങനെ ഒന്നും നടക്കുന്ന എനിക്ക് പോലും ഇഷ്ടമല്ലടാ. അത് നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ. എന്റെ ഭാഗത്തുനിന്നോ? എന്തോന്നാടാ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ദാ ഓവറായത് കള്ളല്ലടാ, ലവ്, പ്യാർ, കാതൽ. എന്റെ അടുത്തോ? ഓക്കെ ഓക്കെ ഓക്കെ, നീ എന്തിനാ വന്നേന്ന് പറ. ഞാനിപ്പോ എന്തിനാ വന്നേന്നറിയണല്ലേ? നിന്റെ ക്യാരക്ടർ ഒട്ടും കൊള്ളില്ലെന്ന് പറയാൻ വേണ്ടിയാ. മനസ്സിലായോ? മനസ്സിലായോടാ? ചേട്ടാ ഇതാ. ഇവനേതാടാ? ഇപ്പൊ പറയടാ, ഞാൻ കാരണം നിനക്ക് എന്തു പ്രശ്നമാ വന്നേ? നീ എന്താ ചോദിക്കാൻ വേണ്ടി വന്നേ? പറ. ഞാൻ വന്നതേ നിന്നോട് ചോദിക്കാൻ വേണ്ടിയല്ല, കുറച്ച് പറയാൻ വേണ്ടിയാ. ആ ശരി, നീ പറ. നീ പറയടാ. ആ മറ്റവനെ നീ വെട്ടി വെട്ടി കൊന്നു കളഞ്ഞില്ലേ? അത് അവനെയല്ലേ. അവനെ ഞാൻ കൊല്ലാതെ വിട്ടുകഴിഞ്ഞാ അവൻ എന്തായാലും എന്നെ കൊല്ലുമായിരുന്നു. നിങ്ങൾ ആരെ വേണേലും കൊന്നു കളഞ്ഞോടാ. പക്ഷെ എന്റെ പ്രോബ്ലം അതല്ലടാ. എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത്. എൻഗേജ്മെന്റ് ആണോ? ആ എൻഗേജ്മെന്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ. അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ അവിടെ സംസാരിച്ചിട്ട് വന്നു, പക്ഷെ ഞാൻ അവിടെ മയങ്ങി കിടക്കുമായിരുന്നു. ഏയ്, നീ ഓട്ടോറിക്ഷ പോലെ അങ്ങനെ ചുറ്റി ചുറ്റി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. റോക്കറ്റ് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റിലേക്ക് വാ. ഇപ്പൊ പറയാം. ആ ഡോക്ടർ അനിയത്തി ഞാനും തമ്മിൽ സ്നേഹത്തില. നീ അവളെ മറന്നു കളയണം. പിന്നെ പിന്നെ വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. നീ ആരുടെ പെങ്ങളെ വേണേലും പ്രണയിച്ചോ, പക്ഷെ ഞാനെന്തിനാ അവളെ മറക്കുന്നേ? ചേട്ടാ, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ നിങ്ങളുടെ ചെറിയെ കുറിച്ചാ. ആടാ, ചെറിയെ പറ്റി തന്നെ. ചെറി ചെറി. ചേട്ടാ 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 അയ്യോ, ചേട്ടാ കരയില്ലേട്ടെ. എന്തു പറ്റി? ചേട്ടാ ചേട്ടാ പറയുന്നേക്ക്. ചെറിയാണോ? ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാടാ. നീ അവളെ എന്തായാലും മറന്നേ പറ്റുള്ളൂ. എന്റെ ചേട്ടൻ പ്രേമിക്കുന്ന പെണ്ണിനെ നീ പ്രേമിച്ചാലേ നിന്നെ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ നീ? ശരിയാക്കി തരടാ. എന്നെ എന്താടാ നീയൊക്കെ ചെയ്യാൻ പോകുന്നത്? ദാ ഇവിടെ നോക്കടാ, ഇതെന്റെ പ്രേമം സംബന്ധിച്ച കാര്യമാ. ആരെങ്കിലും ഇടയെ കയറാൻ വന്നാണ്ടല്ലോ ഒരു തീർത്തുകളയും. എന്നെ പറ്റി നിനക്കൊന്നും ശരിക്കും അറിയാൻ പാടില്ലാത്തോണ്ടാ. എടാ, മുടി പറിച്ചെടുക്കുന്ന പോലെ പ്രേമം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എടാ ലവ്വാടാ. പ്രേമമൊക്കെ എന്താന്ന് അറിയാത്തവന്മാരുടെ കൂടെ കൈ എടുക്കടാ. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, വേണ്ട. കള്ളു കുടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാ ഫീൽഡിൽ നമ്മളെ പേര് പോവും ചേട്ടാ. വേണ്ട ചേട്ടാ. അയ്യോ. ഹേയ്, ഇപ്പൊ മുതൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തീർന്നു. ചെറിയ എന്റെയാ. അവൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നീ വന്നാണ്ടല്ലോ, നിന്നെ ഞാൻ തീർത്തളയും. പിന്നെ കട്ടിയാൻ വരുന്നൊരുതൻ. ആ എവിടെ നോക്കടാ, ചെറിയ ആരെയാ പ്രേമിക്കുന്നത് നമുക്കറിയാം. അവൾ ആരെയാ പ്രേമിക്കുന്നത്, ആരോടുള്ള പ്രേമ ജയിക്കുന്നതൊക്കെ നമുക്ക് നോക്കാടാ. എന്റെ അടുത്ത് നീ ചലഞ്ച് ചെയ്യണോ? ചാലഞ്ച് തന്നെടാ. ചലഞ്ചാണോന്ന്? ചാലഞ്ച്. ഫ്രണ്ടാണത്രേ ഫ്രണ്ട്. കൊലയാളികൾ. എടാ, നിനക്കൊന്നേ എന്റെ തനി സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. എല്ലാത്തിലും വന്ന് അലമ്പുണ്ടാക്കുമ്പോ നിൽക്കുക. പ്രേമിക്കുന്ന ഒരുത്തനെ പോലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാർ. ഇങ്ങോട്ട് താടാ. ഇങ്ങോട്ട് താടാ. പോ. തന്നിട്ട് പോടാ. പോ. നിന്റെ അടുത്തിന് പ്രത്യേകം ചോദിക്കണോ? എന്നിട്ട് താടാ. ആ സേട്ട് പൈസ തന്നായിരുന്നോ? ഇങ്ങോട്ട് എടുക്കടാ. ഇങ്ങോട്ട് എടുക്കാൻ. സിദ്ധു, എന്താ? നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിനാ? അത് ഞാൻ പിന്നെ പറയാം. ഇവനെ ചെക്ക് ചെയ്യ്. ഹലോ സാർ, അവന്റെ മരണമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അതിനയാൾ നിന്റെ അടുത്ത് ചോദിച്ചു. ഇവിടെ നോക്ക് സാർ, ഞങ്ങൾ എങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്കുള്ള ബഹുമാനം പോകും സാർ. നിൽക്ക് രാജേഷേ, സാർ ഇവനെ ചെക്ക് ചെയ്യ്. യെസ് സാർ. സാർ ആഹാ, സാർ ഇവന്റെ ഒരെണ്ണമുണ്ട്, നോക്ക് സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. സാറേ നമസ്കാരമുണ്ട്. താങ്ക് യു പ്രേം. സാറേ, പബ്ലിക്കിൽ ഇങ്ങനെ തോക്കായിട്ടൊക്കെ നടക്കുന്നതേ ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ സാർ? അതെ, കേസ് കഴിയുന്നവരേക്കും പെർമനന്റ് ജയിലാ. കൊറേ നാൾക്ക് ശേഷം പെട്ടതല്ലേ, നന്നായിട്ടൊന്ന് ഗൗനിച്ച് വിട്ടേരെ. യാർ പെത്ത മകനോ നീ, യാർ പെത്ത മകനോ. ഓഹോ, ഇതിപ്പോ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ. ഞാൻ നിനക്ക് കാണിച്ചു തരാം. സിദ്ധു, ജീപ്പ് കയറ്. ഏയ്,
നീ ആരാ? എന്തിനാ നീ ജീപ്പിൽ കയറുന്നേ? നിനക്കിതായിട്ട് എന്താ ബന്ധം? വാ വാ വാ. ഏയ് ഗണ്ണിരിക്കുന്ന എന്റെ കയ്യിലല്ലേ, നിങ്ങൾ ആരെന്ന് പോലും എനിക്കറിയില്ല. പോവാൻ നോക്ക്, പോ. ദാ, 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കാം. മര്യാദക്ക് ജീപ്പിൽ കയറിക്കോ. സാർ, ഗണ്ണ് ആരുടെ കയ്യിലുണ്ടായിരുന്നേ? ഞങ്ങളുടെ അടുത്തല്ലേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത പോലെ. അറസ്റ്റ് ചെയ്യ്. അവന് നിങ്ങളുടെ കൂടെ തന്നെയല്ലേ വന്ന്? ഞങ്ങളുടെ കൂടെ വന്നത് വെച്ച് അവൻ അവൻ എല്ലാരും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങള് എന്ത് പ്രൂഫാ നിങ്ങളുടെ കയ്യിലുള്ളത്? നീ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ ഇവന്മാരെ പിടിച്ചോണ്ട് ആ, നിന്നെ പിടിച്ചോണ്ട് പോകും. പോവാൻ നോക്ക്, പോ പോ. അല്ല മക്കളെ, ത്യാഗം ചെയ്യാണോ? നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിക്കോടാ. കേരള ജീപ്പിൽ. വളരെ മോശമായി പോയി. ആ സിദ്ധു കല്യാണ മണ്ഡപത്തിൽ വന്ന് നിന്നെ അവൻ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇല്ലില്ല, ഭയങ്കര മോശമായി പോയി. ഡോക്ടർ, നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഡോക്ടർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് ഡോക്ടർ. നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക്. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നീ കണ്ടല്ലോ. ചേട്ടാ, മുഖത്തടിക്കുന്ന ചേട്ടാ, എന്താ പറയാൻ പോകുന്നതെന്ന് കേക്ക് കേട്ടാ. പ്ലീസ് ഡോക്ടർ. ഇങ്ങോട്ട് നോക്കിയേ. ആ സിദ്ധു ഉണ്ടാക്കി വെച്ച ടെൻഷൻ എനിക്ക് മാറിയിട്ടില്ല. ഇതിനിടയിൽ നീ വന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചർ ചെയ്യുന്നേ? ഡോക്ടർ, ഇനി ആ സിദ്ധുവിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എന്താന്ന്? നീ എന്താടാ പറയുന്നേ? അതെ ഡോക്ടർ, അവനെ പെർമനന്റ് ആയിട്ട് ജയിലിലേക്ക് അയച്ചിരിക്കുക ഇപ്പോ. പ്രേം, സത്യമാണോടാ നീ പറയുന്നേ? എടാ നീ എനിക്ക് ഒരുപാട് സന്തോഷം. okay. താങ്ക് യു പ്രേം. പ്രേം, ക്ഷമിക്കടാ മോനെ. ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോയി. ഇനി മുതൽ നല്ല ബോഡി ഗാർഡായിട്ട് ഇവളുടെ കൂടെ തന്നെ നിന്നോ. ബോഡി ഗാർഡായിട്ടല്ല ഡോക്ടർ, അതെന്താടാ? നല്ലൊരു ഭർത്താവായിട്ട്. പ്രേം, ചാർമിയെ പിരിഞ്ഞ് ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല ഡോക്ടർ. ഞാനിവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എടാ പ്രാന്താ, നീ അവളെ ഇഷ്ടപ്പെട്ടാ അവള് നിന്നെ ഇഷ്ടപ്പെടണ്ടേ? ഞാനും പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഏട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങള് രണ്ടുപേരും കൂടി അതെ ഏട്ടാ, ഞങ്ങള് രണ്ടുപേരും ഒരുപാട് നാളായി ഇഷ്ടത്തിലായിട്ട്. ഈ കാര്യം ചേട്ടനോട് പറയാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തത്. ചേട്ടൻ സമ്മതിച്ചാ ഓക്കെ, ഇല്ലെങ്കിൽ ഷോക്കില് ചേട്ടന് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നിട്ടാ. പ്രണയത്തെക്കാൾ കൂടുതല് ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് പ്രധാനം. വാടാ വാടാ വന്നിരിക്കെ. മോനെ പ്രേമേ, എന്റെ അനിയത്തെ നീ ഇത്ര നാളായിട്ട് പ്രേമിക്കുന്നുണ്ടെന്ന് നേരത്തെ നിനക്ക് പറഞ്ഞാലെന്തായിരുന്നു? നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? നോക്കിയ മോളെ, ആണുങ്ങൾക്ക് എപ്പോഴും ധൈര്യം ഉണ്ടാവില്ല. നിനക്കെങ്കിലും എന്നോട് പറയാതിരുന്നില്ലേ? നീ ചെറിയ കുട്ടിയായിരുന്നപ്പോ കളിപ്പാവ വേണമെന്ന് നീ പറയാറില്ലേ? അത് ഞാൻ വാങ്ങിച്ചു തന്നില്ലേ? കോളേജ് പോകുന്ന സമയത്ത് പ്രാവിനെ വേണമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ നിനക്ക് പിടിച്ചു തന്നില്ലേ? അതുപോലെ ഇതിനെ ഞാൻ പിടിച്ചു തരില്ലായിരുന്നോ? ഈ ദേഷ്യമൊക്കെ മാറ്റിവെക്ക്. നീ എന്റെ വീട്ടിലേക്ക് എന്റെ അനിയത്തിയുടെ ഭർത്താവായിട്ട് വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. അല്ലടാ പ്രമേ? ദേഷ്യമൊക്കെ വിട്ടിട്ട് സ്നേഹത്തോടെ ഇരിക്കടാ. എന്തായാലും സിദ്ധു തോറ്റു, പ്രേമ് ജയിച്ചു.